തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 68-കാരിയുടെ തലയ്ക്ക് വെട്ടേറ്റു. സഹോദരങ്ങൾ തമ്മിൽ നടന്ന വസ്തുതർക്കത്തിന് പിന്നാലെയുണ്ടായ ആക്രമണത്തിലാണ് വെട്ടേറ്റത്. സഹോദരി പുത്രൻ ദീപുവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉഷയെ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, എന്താണ് അവിടെ സംഭവിച്ചത്? എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ടോ പോലീസ്? പ്രതികളെ പിടികൂടാനായിട്ടുണ്ടോ? സോന, ഇന്ന് വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത്. കഴക്കൂട്ടം വാഴപ്പണിയിൽ വീട്ടിൽ ഉഷയ്ക്കാണ് മർദ്ദനമേറ്റത്. കുടുംബപ്രശ്നമാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് കലാശിച്ചത്. ഇവരുടെ കുടുംബത്തിലെ സഹോദരന്മാർ തമ്മിൽ ചില വസ്തുതർക്കം ഉണ്ടായിരുന്നു. തുടർന്ന് ആ വിഷയത്തിൽ ഉഷയും ഇടപെട്ടിരുന്നു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട സംസാരത്തിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. വൈകിട്ട് 6 മണിയോടെ വീട്ടിലെത്തിയ ദീപു ചില സംഘം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായിട്ടാണ് എത്തിയ ശേഷം ഈ ഉഷയെ ആക്രമിക്കുകയായിരുന്നു. ഉഷയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഉഷയുടെ തലയ്ക്ക് ഏതോ വസ്തു ഉപയോഗിച്ച് അടിച്ചിട്ടുണ്ട്. തുറന്ന വസ്തു തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ ആ കമ്പി കൊണ്ട് അവരുടെ കാലിലും കയ്യിലും അടക്കം അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഗുരുതരമായി തന്നെ പരിക്കേറ്റ ഉഷയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കഴക്കൂട്ടം പോലീസ് നിലവിൽ അവിടെ എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസ് ഈ കഴക്കൂട്ടം പോലീസും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വസ്തുതർക്കം സംബന്ധിച്ചുള്ള പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഉഷയും ഇടപെട്ടിരുന്നു. തുടർന്ന് അതിലുള്ള വൈരാഗ്യമാണ് ഈ ദീപുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കഴക്കൂട്ടത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചിട്ടുള്ളത്. ഈ ഉഷയുടെ കൈക്കും കാലിനും അടക്കമാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്നുള്ളതാണ് കഴക്കൂട്ടം പോലീസ് അറിയിക്കുന്നത്. സോന.